ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവത്തിന് നമ്മോട് എന്ത് സ്നേഹമായിരുന്നു അല്ലേ! ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എളിമയുടെയും വിനയത്തിൻ്റെയും പര്യായമായി ഒരു കാലിത്തൊഴുത്തിൽ ജന്മമെടുത്തുകൊണ്ടാണല്ലോ. മാതാപിതാക്കൾക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടൊരു ജീവിതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 52-ാം വാക്യത്തിൽ അവൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നുവെന്ന്. 30 വയസ്സ് വരെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്നേഹിച്ചും സ്നേഹത്തിൻ്റെ അർത്ഥം അനർത്ഥമാക്കി. 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് പിതാവായ ദൈവത്തോടുള്ള സ്നേഹം നിവർത്തിച്ചു. സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈശോ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചതായും മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചതായൊക്കെ കാണുന്നുണ്ട് നമ്മൾ. പിതാവിനോടുള്ള സ്നേഹ സംഭാഷണമാണല്ലോ പ്രാർത്ഥന. എല്ലാറ്റിനും ഉപരിയായിട്ട് ഈശോ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നത് കുരിശിലെ ബലിവഴിയായിരുന്നു. കുരിശിൽ തമ്മോടുള്ള സ്നേഹം അവിടുന്ന് പൂർത്തിയാക്കുക മാത്രമല്ല ചെയ്തത്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു നല്ല സഹായകനെ നൽകിയിട്ടാണ് പോയത്. അതാരാണ്? പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന്. അതുമാത്രമല്ല കേട്ടോ, ഈശോ കുരിശിന് ചുവട്ടിൽ വെച്ച് തൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് നൽകിയിട്ടാണ് പോയത്. ദൈവത്തിൻ്റെ മക്കളായ നാം കൂദാശകളിലൂടെയാണല്ലോ അവിടുത്തെ ആ സ്നേഹത്തെ എല്ലാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാമോദീസായിലൂടെ മിശിഹയാകുന്ന മൗലിക ശരീരത്തിലെ അംഗങ്ങളാകുന്ന നാം ഓരോ കൂദാശകളുടെയും ആ സ്നേഹത്തെ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൂദാശകളിൽ ഏറ്റവും മഹത്തരമായത് പരിശുദ്ധ കുർബാനയിലാണ്. അതിലൂടെയാണ് ദൈവസ്നേഹം അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്നത്. അതിനായിട്ട് വിശുദ്ധ കുമ്പസാരത്തിലൂടെ അനുദപിച്ച് പാവപരിഹാരം ചെയ്ത് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാവേ. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് നമുക്കായി തന്ന പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഓരോ ബലിയർപ്പണത്തിനും നമുക്ക് പോകാം. നമുക്ക് പകർന്നു കിട്ടിയ ദൈവസ്നേഹത്തെ നമ്മുടെ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കാവേ.